അയ്യോ എൻ്റെ ഡിസ്പ്ലേ വേൾഡ് പോയേ. അയ്യോ നാട്ടുകാരെ വീട്ടുകാരെ എൻ്റെ ഡിസ്പ്ലേ വേൾഡ് പോയേ. നീയൊക്കെ എന്ത് വിചാരിച്ചോളാ ഞാൻ ഇങ്ങനെ കരയുന്ന ഡിസ്പ്ലേ വേൾഡ് പോയേന്. അപ്പം എങ്ങനെ ഡിസ്പ്ലേ വേൾഡ് എങ്ങനെയായിട്ടെന്ന് ഞാൻ സ്റ്റോറി ആയിട്ട് പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാൻ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ മോഡസ് ഗെയിമിങ് മെസ്സേജ് ഇട്ടത്. എന്തുവാന്നല്ലേ മറന്നുപോയി, ആലോചിക്കണമല്ലോ. എടാ എംസി നാളത്തെ പ്രത്യേകത എന്താന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇന്നലെ നാളത്തെ പ്രത്യേകത എന്തോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും എന്തോടെ പ്രത്യേകത. അത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയും ഒന്നും മിണ്ടിയില്ല. അതിനുശേഷം ഞാൻ പട്ടി ഇങ്ങനെ മലന്ന് കിടക്കത്തില്ലേ, അതേപോലെ ഞാൻ കിടന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു ഈ പ്രശ്നം അടിച്ച്. അങ്ങനെ ഇന്നപ്പോഴാണ് നമ്മുടെ സ്വന്തം പോലീസ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു മെസ്സേജ് ഇട്ടത്, ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ ബർത്ത്ഡേ അത്. ഇനി കേക്ക്. അപ്പം ഈ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോഴും ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കും, ഒരു സന്തോഷമില്ലാതെ. അപ്പോൾ മോനിസ് പറയും എന്താടാ നീ സാഡായിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡിസ്പ്ലേ വേൾഡ് ഡിലീറ്റ് ആയി പോയത്. ഇത് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ മോനിസ് പറയും എടാ നിനക്ക് ഓർമ്മയില്ലാടാ, നീരാണ് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഡിസ്പ്ലേ വേൾഡ് വന്നത്. ഞാനങ്ങനെ ഡിസ്പ്ലേ വേൾഡ് നിന്നെ കൊടുത്തന്നല്ലേ. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് റൂഫിൽ പോയി ബെഡറൊക്കെ ഓടിക്കാൻ പോയിട്ട് നടന്ന് ഫസ്റ്റ് ടൈം നടന്ന് പിന്നെ നടന്നില്ല. അപ്പം അതിനുവേണ്ടി മോനിസിനെ കൊടുത്ത് അത് പൊട്ടിക്കാൻ വേണ്ടി അതെനിക്ക് ആ സമയത്ത് ഓർമ്മ കിട്ടിയില്ല. അപ്പോഴാണ് പറയുന്നത് അവരിലുണ്ടെന്ന്. അങ്ങനെ അത് വായിച്ച് ഞാൻ നേരെ വെള്ളി വന്ന്. അപ്പം മോനിസിൻ്റെ അകത്ത് കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും എനിക്കിതും അതറിയൂല. മോനിസ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവൻ പോർട്ടൽ ശരിയാക്കിയിട്ടുണ്ടെന്നാണ്. അതായത് ഈ പുള്ളി നീ കത്തിച്ചാൽ നമ്മൾ മറ്റേ മുമ്പ് ആദ്യം പോയില്ല തന്നെ അതറി താഴെ അവിടെ പോകുമെന്നാണ് പറഞ്ഞ്. അപ്പോൾ ഇപ്പം എന്തായാലും ഈ പോർട്ടിൽ ഞാൻ ഇവിടെ വെറുതെ വെക്കുക. അതിനൊരു മോനിസ് അവിടെ ഒരു പോർട്ടിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആ പോർട്ടിൽ നമുക്ക് താഴെ പോവാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ് റോഡ് കളക്ട് ചെയ്യണം. അത് തന്നെ പ്ലേസ് റോഡ്. എൻട്രപ്പിൾ എന്താ കളക്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ എൻട്രപ്പിൾ നമുക്ക് എമറാൾഡ് കൊടുത്ത് വാങ്ങാം. എനിക്കയ്യുള്ള എൻട്രമാൻ്റെ നടിയുള്ള. അപ്പോൾ ഇനി നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ നിറ കയറി പോകാം. ഒരു പ്രശ്നമുണ്ട്, നെതർപോർട്ടിൽ കയറാൻ അവിടുന്ന് ഇവിടം വരെ വരേണ്ടി വരും. ഇവിടെ മുഴുവൻ ലാവയാവുകയാടെ ഇങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റൂല ഗൈസ്. ലാവകളുടെ ഒക്കെ കാര്യം ഇങ്ങനെയാ. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ നോക്കുമ്പോൾ ലാവ വീഴായിരിക്കേ. ഇങ്ങോട്ട് എടുത്തില്ല, നമുക്ക് പോവാം. ബ്രിഡ്ജ് ചെയ്യാം. ഗോൾഡ് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. അപ്പം പിഗ്ലിൻ എന്നെ കൊല്ലുന്നേരത്തി ഉറപ്പാണ്. നമ്മൾ ഈ സോഡ് വെച്ച് കൊല്ലും. സോഡോടെടാ ഇവിടെ ഉണ്ട് സോഡ്. തപ്പി ഇറങ്ങിക്കോ. ഇറങ്ങുന്നതിന് മുമ്പ് കോർഡിനേറ്റ് ചെയ്തെടുക്കണം. കോർഡിനേറ്റ് ഇല്ലാതെ ജീവിതമില്ല. ഇനി എന്ത് വന്നാലും ശരി നമുക്കിനി പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ലോകം പൊട്ടി രണ്ടായാലും ശരി നമുക്ക് ഈ കോർഡിനേറ്റ് വരാൻ പറ്റൂ. ഫെദർ ഫോളിനുള്ള കാര്യം ഞാൻ മറന്നുപോയി. മൈ മിസ്റ്റേക്ക്. ഓയ് സ്പൈഡർമാൻ. നമ്മൾ സ്പൈഡർമാൻ കളിച്ചൊക്കെയാണ് കൈസ് പോകുന്നത്. ഗാസ് ചൂപ്പി. അല്ല ഞാൻ ഇപ്പൊ പ്ലേസിന് സൗണ്ട് ഇട്ട് കൈസ് കേട്ട് മറ്റേ ഇങ്ങനെ ആ ഗാസ് പട്ടി എന്നെ ഉന്നിട്ടെന്ന് തോന്നുന്നു. പൊട്ടിയില്ല. ഗാസിന് ഈ ഇടക്ക് പവറില്ലേ. അമ്മേ ഇവിടെ അതെന്ന് തോന്നുന്നടാ, അടിച്ചോടാ. ലാഗ് കാരണം നടന്നില്ല, ഓടിക്കോ. എൻ്റെ ബർത്ത്ഡേക്ക് ഹാപ്പി ബർത്ത്ഡേ ഇട്ടവർക്ക് താങ്ക് യു. ഞാൻ ഇപ്പോഴാണ് ഓർത്തത് പറയാം. ഞാൻ എൻട്രോ തന്നെ പറയാമെന്നും പറഞ്ഞിരുന്നേ. അയ്യോ ഒന്ന് ഞാൻ എൻ്റെ എൻട്രോ എടുത്തില്ലേ. അപ്പം ഇപ്പം തന്നെ എടുത്തേക്കാം. അല്ല ഗൈസ് ഞാൻ MC അറിയാമോ. എൻട്രോ എടുത്തില്ല എനിക്ക് സമാധാനം കിട്ടും. ഇടിയാ ഗൈസ്. അപ്പോൾ ഫോർട്രസിൽ കൂട്ടാം നമുക്ക്. ഹൊയ് ഞാൻ പറഞ്ഞില്ലേ ഫോർട്രസ് കണ്ടുപിടിക്കുന്നത് സിമ്പിളാണെന്നറിയാമോ. ആൾക്കാർ വെറുതെ പറയുന്നേ ഫോർട്രസ് അപ്പോൾ ഒരു വട്ടം ഇവിടെ പോകുന്നു. എന്നാൽ പോലത്തെ ആൾക്കാർക്ക് ഫോർട്രസ് വരെ കിട്ടും ബർത്ത്ഡേ ആയതുകൊണ്ട്. 1v1 ആടാ 1v1. കണ്ട പന്നിക്കൂട്ടന് പോലെ തന്നെ കൊല്ലാൻ പറ്റിയില്ല. ഓ അവിടെയാ ഫോർട്രസ് അല്ലേ. കണ്ടാ കൊണ്ട് നെക്സ്റ്റ് ഡ്രീം ഡ്രീം ചെയ്യാനടാ.
കൊന്നടാ. പവർ 5 ഇല്ല തോന്നുന്നു. അല്ല അതിൻ്റെ സ്മോളാ. ആഹാ അണ്ണാ ഞാനല്ല നോക്കണ്ട. ഉയ്യോ കള്ളപ്പാട്ടി. ഒരടിക്കാവും വെതറക്ക. ഇവന്മാരൊക്കെ 2 അടിക്ക് എത്തോളൂ. ഞാൻ ഇപ്പം ചത്തോളൂ. ലാഗ്. കിട്ടി അവൻ ചത്തു. നീ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നീ എന്നെ അടിക്കുമല്ലേ? മോജാങ്ങ പറഞ്ഞു പറയാനാരാന്നു? പിന്നെ അല്ല ഞാൻ പോന്നു. 19 ധാരാളം. എൻ്റെ ചന്തക്കിട്ടടിക്കല്. എൻ്റെ ചന്തക്കിട്ട് ഓരോരുത്തന്നെ കുത്തിയ നേരത്തെ ഇനി വേറെ ആരും കുത്തല് പ്ലീസ്. ഓക്കെ നമുക്കിനി പോയി ഇത് കണ്ടുപിടിക്കാം. മിക്കവാറും അത് കിട്ടാനായിരിക്കും ഈ പാട്. അത്രയ്ക്ക് റെയറാണ് ഗൈസ്. റെയർ സാധനങ്ങളാണ്. അയ്യോ ലെറ്റ്സ് പ്ലേ എൻഡ്. ചത്ത് ചത്തടാ ചത്ത്. ഇവിടെ കാണും ഉറപ്പ്. ഇവിടെ കാണും. ജസ്റ്റ് എന്ത് കിട്ടും? ഡയമണ്ട്. എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ഡയമണ്ട്. ഞാൻ വീട്ടിൽ ഇനി സേഫായിട്ട് തന്നെ പോകും. ഈ ഡയമണ്ടും കൊണ്ട് വീട്ടിൽ പോയില്ലെങ്കിൽ ഒന്നും പറയില്ല. കാട്ടിനൂപ്. സാഡല്ല എനിക്ക് വേണമായിരുന്നു. ഒരു കുതിര ടൈമിൽ സാഡിൽ വേണമായിരുന്നു. ഒബ്സിഡിയൻ അല്ലേടാ ഇത്. കയ്യിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരും. ഗോൾഡ് എടുത്തോ. ആവശ്യമില്ലാത്ത സാധനം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വെച്ചേക്കാം. ഇത് അയ്യോ സാഡലല്ല, സോറി മാറിപ്പോയി. ഇതെനിക്ക് ഇത് ആവശ്യം വരും. എന്തെങ്കിലും ആവശ്യം വരും ഉറപ്പാണ്. ഡേർട്ട് സ്റ്റോണ് ഒക്കെ അവിടെ ആണെങ്കിലും കിട്ടും. അയൺ വേണം വെച്ചിട്ട് പോവാം. ഞാൻ അങ്ങനെ അയണൊക്കെ സേവ് ചെയ്യാമെന്നതിനാ. കിട്ടിയടാ ഫ്രൂട്ട്. ഇതിന് വേണ്ടിയാണ് ഞാൻ ഇത്ര വന്നേ. ഇതുണ്ടെങ്കിൽ എനിക്ക് വളർത്താമല്ലോ. സോൾ സാൻഡും വേണം എനിക്ക്. സോൾ സാൻഡ് അല്ലേ ഇത്? അതന്നെ സോൾ സാൻഡ്. വളർത്താൻ സോൾ സാൻഡ് വേണം. നമുക്ക് ലിഫ്റ്റ് ഉണ്ടാക്കണ്ടേ അവിടെ? അത് ഇത് തന്നെ വേണം. അപ്പോൾ പിന്നെ എന്താ നോക്കുന്നേ? ഷവൽ എടുക്കുക, ഒരു മൈന കുടിച്ചുക, നേരെ ലാവേ വീഴുക. 10 കിട്ടിവിടുന്നു. ഓക്കെ ധാരാളം. വീട്ടിൽ പോലെ കഴിച്ച് നമുക്ക് നമ്മുടെ കാര്യമായില്ലേ. വീടധികം ദൂരമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം ദൂരമില്ല. ആദ്യം അടുത്തത് എന്തുകൊണ്ടല്ലോ ഇവിടെ ചെസ്റ്റ്. ആടാ ഇങ്ങനെ കൊണ്ട് ചെസ്റ്റ് ഒളിപ്പിച്ച് വെക്കുന്നേ? കാണാൻ പറ്റുന്നില്ല ഏട്ടാ, ആർക്കും കാണാൻ പറ്റത്തില്ല. അവിടെ ഇതൊക്കെ എന്ത് റെയറാന്നറിയാം. അയൺ ഹൗസ് കണ്ട, ഡയമണ്ട് ഹൗസ്. അയൺ ഇരിക്കട്ടാ, വെള്ളത്തിന് ഇട്ട് കൊടുക്കാം. തിരിച്ചു പോയാലോ നമുക്ക്? അതന്നെ ഇത്ര മതിയ. ഇങ്ങനെ നമ്മൾ പോയി സേഫായി തിരിച്ചു വന്നിരിക്കണു ഗൈസ്. ഇന്നത്തെ എപ്പിസോഡ് സ്മൂത്ത് ആയിരുന്നു. അയ്യോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞത് ഫോർട്രസിൻ്റെ. അത് വീഡിയോയ്ക്കകത്ത് എടുക്കാം, വീഡിയോയിൽ നിന്നും എടുക്കാം. ഇത് വീട്ടിൽ കൊണ്ട് സേഫായി വെച്ചാൽ എനിക്കൊരു സമാധാനം കിട്ടും. എൻ്റെ ഈ ചെസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ചെസ്റ്റിൽ നമ്മൾ വെക്കാൻ പോകുന്ന ബ്ലേസ് റോഡ്. ഇത് അവിടെ കിട്ടിയ സാധനം നമുക്ക് വാല്യുബിൾ ആണ് ഗൈസ്. എൻ്റെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇത്രയും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തോ കിട്ടിയായിരുന്നു. സാഡൽ ഗോൾഡ്. ഇമ്പ്രൂവ്മെൻറ്റ്. കുക്കിങ് കൊണ്ട് നമ്മൾ അത്ര അവിടം വരെ പോയി. കുക്കിങ് കൊണ്ടാണ് നമ്മൾ ജീവിച്ച് നിന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോട് നൈസ് എപ്പിസോഡ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ. വീഡിയോക്ക് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ.